ഹലോ എവ്രി വൺ. നമ്മൾ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് സ്റ്റിക്കർ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിൽ നിന്ന് ഒരുപാട് പിക്ചറൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് കളർ പ്രിൻ്റ് ഒരു A4 ഷീറ്റിൽ എടുത്ത് വെച്ചാൽ നമുക്കിതൊരു സ്റ്റിക്കറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് വളരെ ഈസിയാണ്, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. ഒരുപാട് പൈസയൊന്നും കൊടുക്കാതെ സ്റ്റിക്കർ വാങ്ങാതെ നമുക്ക് സ്വന്തമായിട്ട് സ്റ്റിക്കർ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന്. ഇതുപോലെ ഒരുപാട് പിക്ചേഴ്സ് പിൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇതിനാവശ്യം നമുക്ക് ആകെ ഒരു ടേപ്പ്, ഒരു കത്രിക ഉണ്ടെങ്കിൽ ഒരുപാട് സ്റ്റിക്കർ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് കത്രിക വെച്ചിട്ട് നമുക്ക് ഏത് ഒരു ഇതാണ് വേണ്ടത്, ഏത് പിക്ചറാണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് നമുക്ക് നല്ല ഷേപ്പ് തന്നെ കട്ട് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഒരു പെൺകുട്ടിയുടെ പിക്ചർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ എഡ്ജസൊക്കെ കറക്റ്റിൽ വെട്ടിയെടുക്കണം, എന്നാലേ അത് സ്റ്റിക്കർ രീതിയിലാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര വൃത്തികേടായിട്ടിരിക്കും. അപ്പോൾ അത് കണ്ടോ, അതുപോലെ ഞാൻ വെട്ടിയെടുത്തതിൻ്റെ എഡ്ജസൊക്കെ ഞാനൊന്ന് കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ കത്രിക വെച്ച് നമുക്ക് ഇതുപോലെ കറക്റ്റായിട്ടാണ് വെട്ടിയെടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ ഉണ്ടല്ലേ, ഇതുപോലെ കറക്റ്റായിട്ട് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടാപ്പ് എടുത്തിട്ടുണ്ട് ഞാൻ. ഗ്ലാസ് ടൈപ്പ് ടാപ്പ് തന്നെ വേണം. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് അത് കട്ട് ചെയ്തിട്ട് അതിന് കുറച്ച് പശ ഒട്ടിയിരിക്കുന്ന രീതിയിൽ വേണം അത് പിന്നെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അഡ്ജസ്റ്റ് കറക്റ്റാക്കിയിട്ട് മുറിക്കരുത്, അപ്പോൾ പിന്നെ ഒട്ടാൻ സ്ഥലം ഉണ്ടാവും. ബാക്കി വന്ന എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് സർഫേസിലാണോ, അതോ ജേർണൽ എൻട്രി ചെയ്യുന്ന ബുക്കിലാണോ, നമുക്ക് അതുപോലെ എവിടെ നമ്മൾ ഗ്ലാസ്സിൽ ഒക്കെ നമുക്കിത് പ്രിൻ്റ് ചെയ്ത് വെക്കാം, അതായത് ഒട്ടിച്ച് വെക്കാൻ പറ്റും. എന്നിട്ട് ജേർണൽ തുടങ്ങാനൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റിക്കർ ഇതുപോലെ ഉണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിരിക്കും ബുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറഞ്ഞ ചിലവിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ടിപ്പാണിത്.